ഹായ് എവ്രിവൺ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് PVC ചാനൽ അഥവാ കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയറിംഗ് ആണ്. നമ്മളിതിന് മുമ്പായിട്ട് കോൺഡ്യൂട്ട് വയറിംഗ്, മെറ്റാലിക് കോൺഡ്യൂട്ടും അതുപോലെ നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട് വയറിങ്ങിനെയും കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് PVC ചാനൽ അല്ലെങ്കിൽ കേസിംഗ് ഓർ കേപ്പിംഗ് വയറിംഗ് എങ്ങനെയാണ് ചെയ്യണതെന്നാണ്. ഇൻട്രൊഡക്ഷൻ. PVC or metallic channels with covers are used for drawing wires. PVC അല്ലെങ്കിൽ മെറ്റാലിക് ചാനൽസ്, അതായത് അതൊരു ചാനൽ പോലെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു കവർ വെച്ച് മൂടിയും കൊണ്ടാണ് ഇത് വയറ് വലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം ഒരു ചാനലിലൂടെ നമ്മൾ വയറ് വലിച്ചിട്ട് പിന്നെ അതിനൊരു കവർ കൊണ്ട് മൂടുകയും ചെയ്യും. സ്യൂട്ടബിൾ ഫോർ ഇൻഡോർ സർഫസ് വയറിംഗ് വർക്ക്സ്. നമ്മളകത്ത് സർഫസ് വയറിംഗ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. വാളിൻ്റെ അകത്ത് കൺസീൽഡ് ആയിട്ടല്ല വരുന്നത്, പുറത്തേക്ക് സർഫസിലേക്ക് നിൽക്കുന്നതായിട്ടാണ് വരുന്നത്. അധികം ഇൻഡോർ ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. Gives good appearance and used for extension of existing wire installation. നല്ല അപ്പിയറൻസ്, സാധാരണ നല്ലൊരു നീറ്റായിട്ടുള്ള അപ്പിയറൻസ് ആണ് കേസിംഗ് ഓർ ക്യാപ്പിംഗ് വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി എക്സ്റ്റൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് വയർ ഇൻസ്റ്റലേഷൻ. നമുക്കിപ്പോൾ ഉള്ള വയറിംഗ് ഇൻസ്റ്റലേഷനിൽ നമുക്ക് എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് സാധാരണ കേസിംഗ് ഓർ കേപ്പിംഗ് വയറിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് വയർവേസ് എന്നും പറയാറുണ്ട്. The channel and top cover shall be of the same material, either PVC or anodized aluminum. നമ്മൾ ചാനലിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണോ അത് തന്നെ ആയിരിക്കണം PVC കേപ്പിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ PVC അല്ല, ചാനലിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതായാലും അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ ആയിരിക്കണം അതിൻ്റെ കവറും കൂടി നിർമ്മിക്കാനും. PVC ആണെങ്കിൽ രണ്ടും PVC, മെറ്റാലിക് അനഡൈസ്ഡ് അലുമിനിയമാണ് മെറ്റാലിക്കിൽ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ രണ്ടും ചാനലും കവറും സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഉപയോഗിക്കാം. കേസിംഗ് ഈസ് എ സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ ഇൻ ഷേപ്പ്. ചാനലിന് സാധാരണ എങ്ങനെയായിരിക്കും കേസിംഗ് എന്ന് പറയുന്നത്? വയറ് വലിക്കാനുള്ള ചാനലാണ് കേസിംഗ്, അതിൻ്റെ മേലെ മൂടുന്നതാണ് കേപ്പിംഗ്. കേസിംഗ് എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ദ കേപ്പിംഗ് ഷുഡ് ബി സ്ലൈഡ് ഇൻ ടൈപ്പ് വിത്ത് ഡബിൾ ഗ്രൂവിംഗ് ഇൻ ദ കേസ് ഓഫ് PVC വയർവേസ്. ഇപ്പോൾ PVC വയർവേസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ക്യാപ്പിംഗ് സാധാരണ അതിൻ്റെ അകത്തേക്ക് സ്ലൈഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കും, വിത്ത് ഡബിൾ ഗ്രൂവിംഗ് ഇൻ ദ കേസ് ഓഫ് PVC വയർവേസ്. PVC വയർവേസിൻ്റെ കേസിലാണെങ്കിൽ ഡബിൾ ഗ്രൂവിംഗ്, 2 ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പ്ലെയിൻ ടൈപ്പ് കേപ്പിംഗ് ആർ യൂസ്ഡ് ഫോർ മെറ്റാലിക് വയർവേസ്. പക്ഷേ മെറ്റാലിക് വയർവേസിലാണെങ്കിൽ പ്ലെയിൻ ടൈപ്പ് കേപ്പിംഗ് ആണ് യൂസ് ചെയ്യാറുള്ളത്. PVCയിലാണെങ്കിൽ ഡബിൾ ഗ്രൂവിംഗ് ടൈപ്പ് കേപ്പിംഗ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് ഈസ് ഇൻഫ്ലേമബിൾ ആൻഡ് ദർ ഇസ് എ ചാൻസ് ഓഫ് റിസ്ക് ഓഫ് ഫയർ. ഇത് ഇൻഫ്ലേമബിൾ ആണ്, കത്തിപ്പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫയർ ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതലായിരിക്കും. ദ ചാനൽ കേസിംഗ് ഓർ കേപ്പിംഗ് വയർവേസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ. അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏരിയകൾ ഏതൊക്കെയാണെന്ന്. റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ഓർ സച്ച് ബിൽഡിംഗ്സ് വേർ ദർ ഇസ് എ റിസ്ക് ഓഫ് ടാമ്പറിംഗ് വെൻ ആംബിയൻറ്റ് ടെമ്പറേച്ചർ എക്സീഡ്സ് 60 ഡിഗ്രി സെൽഷ്യസ് ഓർ ലെസ് ദാൻ 5 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ഏതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും ശരി മറ്റുള്ള ബിൽഡിങ്ങുകളായാലും അവിടുത്തെ ആംബിയൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 60 ഡിഗ്രീൻ്റെ മേലേക്കോ 5 ഡിഗ്രീൻ്റെ താഴേക്കോ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ PVC കോൺഡ്യൂട്ടിന് വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിനും വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ഏരിയാസ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, ഒരുപാടായിട്ട് സൺലൈറ്റിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയയിലും നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി സാധാരണയായിട്ട് വരുന്ന കേസിംഗ് ഓർ കേപ്പിംഗ് വയറിംഗ് അല്ലെങ്കിൽ ചാനൽ വയറിങ്ങിൽ സാധാരണയായിട്ട് വരുന്ന കുറച്ച് ഡയമെൻഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. തിക്നെസ് ഓഫ് ദ ചാനൽ ഷുഡ് ബി 1.2 mm ± 0.1 mm തിക്നെസ്. സാധാരണഗതിയിൽ ഒരു ചാനലിൻ്റെ തിക്നെസ്സിൻ്റെ നോർമൽ റേറ്റ് ആണ് അവരെ കൊടുത്തിട്ടുള്ളത്. 1.2 mm തിക്നെസ്സും ±, അതായത് അതിനേക്കാളും ഒരു 0.1 mm കൂടെ കുറയുക ചെയ്യുന്ന രീതിയിലാണ് സാധാരണ ഡയമെൻഷൻസ് വരാറുള്ളത്. അത് തിക്നെസ്സിൻ്റെ കാര്യമാണ്. താഴെ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോമിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടറാണ് ആദ്യം തന്നിട്ടുള്ളത്. ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1.5 സ്ക്വയർ mm, അതുപോലെ 2.5 സ്ക്വയർ mm, അങ്ങനെ പല സൈസ് തന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് തന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ ഡയമെൻഷനാണ്. ഫസ്റ്റ് കേസിലാണെന്നുണ്ടെങ്കിൽ ചാനൽ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 10/15 mm to 10 mm സൈസാണ്. അതായത് 10/10 mm അല്ലെങ്കിൽ 15/10 mm സൈസ് വരുന്ന ചാനൽ. അങ്ങനെ വരുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കടത്തിവിടാവുന്ന നമ്പർ ഓഫ് വയേഴ്സ് 1.5 സ്ക്വയർ mm ആണെങ്കിൽ 3 എണ്ണം കടത്തിവിടാം, 2.5 സ്ക്വയർ mm ആണെങ്കിൽ 2 എണ്ണം, 4 സ്ക്വയർ mm ആണെങ്കിൽ 2 വയർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സൈസ് പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ, കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണെന്ന് നോക്കുക.
അതുപോലെ കേസിംഗ് ഓർ ക്യാപ്പിംഗ് വയറിങ്ങിൻ്റെ ഏത് സൈസിലുള്ള കേസിംഗ് ഓർ ക്യാപ്പിംഗ് വയറിംഗ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കുന്നത് ഈ ടേബിൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ 20 mm by 10 mm സൈസുള്ള ഒരു ചാനൽ, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും 20ഉം 10ഉം ആയിട്ടുള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര വയർ കടത്തിവിടാം എന്നുള്ളത് എങ്ങനെയാണ് നോക്കുക. 1.5 സ്ക്വയർ mm ആണെങ്കിൽ 5 എണ്ണം കടത്തിവിടാം, 2.5 സ്ക്വയർ mm ആണെങ്കിൽ 4, then 4 സ്ക്വയർ mm ആണെങ്കിൽ 3 എണ്ണം, അങ്ങനെ നോക്കി പോവാം. 10 സ്ക്വയർ mm വയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റൊന്ന് മാത്രമേ കടത്തിവിടാൻ പറ്റുള്ളൂ. ഇനി 10 സ്ക്വയർ mm വയർ 2 എണ്ണം കടത്തിവിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ടേബിളിലേക്ക് പോവുക, അതായത് 25 mm by 10 mm സൈസുള്ള ചാനൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വയർ നമുക്ക് ഏത് സൈസിലുള്ള ചാനലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് വൺ പ്രിക്കോഷൻസ്. നമ്മൾ ആ PVC ചാനൽ വയറിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. Negative or neutral cables should be carried in the top channel and phase or positive in the bottom channel. നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ കേബിൾസിന് നമ്മൾ ടോപ്പ് ചാനലിലും ഫേസ് ഓർ പോസിറ്റീവ് കേബിൾസിന് എന്ത് ചെയ്യണം, ബോട്ടം ചാനലിലും ആയിട്ടാണ് കടത്തിവിടേണ്ടത്. ദി ക്രോസിംഗ് ഓഫ് ദ കേബിൾസ് ബിറ്റ്വീൻ ദ ഫേസ് ആൻഡ് ന്യൂട്രൽ ഷുഡ് ബി അവോയ്ഡ്. അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഫേസോ ന്യൂട്രലോ അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ കേബിൾസ് തമ്മിൽ ക്രോസ് ചെയ്ത് പോകുന്നത് എന്തായാലും എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. പോർസലൈൻ ഓർ PVC പൈപ്പ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ക്രോസിംഗ് ദ കേബിൾസ് ത്രൂ ദ വാൾസ്. ഇനി വാളിൻ്റെ അകത്ത് കൂടെ കേബിൾസ് ക്രോസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ പോർസലൈൻ അല്ലെങ്കിൽ PVC പൈപ്പ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. നമ്മളിതിപ്പം സർഫസായിട്ട് ചെയ്യുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇത് വാളിൻ്റെ അകത്തുകൂടെ ക്രോസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ പോർസലൈൻ അല്ലെങ്കിൽ PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഇൻസ്റ്റലേഷൻ ഓഫ് എ PVC ചാനൽ. ഇനിയൊരു PVC ചാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്. ഫിക്സ്ഡ് ടു വാൾ ഓർ സീലിംഗ് വിത്ത് ഫ്ലാറ്റ് ഹെഡഡ് സ്ക്രൂസ് ആൻഡ് റോൾ പ്ലഗ്സ് അറ്റ് ആൻ ഇൻ്റർവൽ ഓഫ് 60 cm. ഇതെങ്ങനെയാണ് ഈ PVC ചാനൽ നമ്മൾ വാൾ അല്ലെങ്കിൽ സീലിംഗിലേക്ക് ഫ്ലാറ്റ് ഹെഡഡ് സ്ക്രൂസ്, നമ്മൾ സ്ക്രൂസിനെ പറ്റി മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഫ്ലാറ്റ് ഹെഡഡ് സ്ക്രൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാറ്റ് ഹെഡഡ് സ്ക്രൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വാൾ അല്ലെങ്കിൽ അതുപോലെ റോൾ പ്ലഗ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സീലിംഗ് അല്ലെങ്കിൽ വാളിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്, ഈ സ്ക്രൂസ് എല്ലാം ഓരോ 60 cm ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണതിന്. On either side of the joints, this distance shall not exceed 15 cm from the end point. ഇനിയിപ്പോൾ നമ്മൾ ജോയിൻറ്റ് വരുന്ന ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ രണ്ട് സൈഡിലേക്കും, ജോയിൻസിൻ്റെ രണ്ട് സൈഡിലേക്കും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 cm കൂടാൻ പാടില്ല. എൻഡ് പോയിന്റിൽ നിന്ന് 15 cm കൂടാതെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. Then channel under steel joints shall be fixed with MS clips or of not less than 1.2 mm. അതായത് 18 SWG തിക്നെസ്സോ അല്ലെങ്കിൽ വിഡ്ത്ത് നോട്ട് ലെസ് ദാൻ 19 mm. അതിൻ്റെ തിക്നെസ് 18 SWG അതായത് 1.2 mm വിഡ്ത്ത് 19 mm കുറയാത്ത MS ക്ലിപ്സ്, അതായത് മൈൽഡ് സ്റ്റീലിൻ്റെ ക്ലിപ്സ് ഉപയോഗിച്ചിട്ട് വേണം സ്റ്റീൽ ജോയിൻസിൻ്റെ കേസിൽ ചാനൽസ് അണ്ടർ ദ സ്റ്റീൽ ജോയിൻസിൽ വരുന്ന ചാനൽസ് നമ്മൾ ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, MS ക്ലിപ്സ് ഉപയോഗിക്കണം. MS ക്ലിപ്സിൻ്റെ സൈസ് എങ്ങനെയാണ് നോക്കുന്നത്, 1.2 mm തിക്നെസ്സും അതുപോലെ 19 mm വിഡ്ത്തിലും കുറയാത്ത ക്ലിപ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. It should be 20 cm above the floor level and 2.5 cm below the ceiling level and properly terminated into the channel. ഫ്ലോർ ലെവലിൽ നിന്നും 20 cm മേലേക്കും സീലിങ്ങിൽ നിന്നും 2.5 cm താഴേക്കും ചെയ്യണം. ചാനലിങ് വലിക്കേണ്ടത്, ചാനൽ കൊടുക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ഫ്ലോറിൽ നിന്നും 20 cm മേലേക്കുമായിരിക്കണം, അതുപോലെ സീലിങ്ങിൽ നിന്നും 2.5 cm താഴേക്കുമായിരിക്കണം. അതിലപ്പുറം അത് പോകാൻ പാടില്ല. ആൻഡ് ഇറ്റ്സ് പ്രോപ്പർലി ടെർമിനേറ്റഡ് ഇൻ ടു ദ ചാനൽ. അതിൻ്റെ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ചാനലിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് കൊടുക്കേണ്ടത്. വയർവേസ് ഇൻ സ്ട്രെയിറ്റ് റൺസ് ഷുഡ് ബി സിംഗിൾ പീസ്. സ്ട്രെയിറ്റ് റൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് വയർവേസ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം, സിംഗിൾ പീസായിട്ടാണ് അതിന് വലിക്കേണ്ടത്. ഓൾ ജോയിൻറ്റ്സ് ഷാൾ ബി സ്കാർഫ്ഡ് ഓർ കട്ട് ഡയഗണലി ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. അപ്പോൾ നമ്മൾ ജോയിൻസ് വരുന്ന പോർഷനിലേക്ക് എന്ത് ചെയ്യണം, അതിനെ സ്കാർഫ്ഡ് അല്ലെങ്കിൽ ഡയഗണലി നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനെയൊക്കെ ഡയഗണലി നമ്മൾ കട്ട് ചെയ്യണം. ദ എൻഡ് സെക്ഷൻസ് ഷുഡ് ബി ഫൈൽഡ് സ്മൂത്ത്ലി ബട്ട് ജോയിൻഡ് വിത്തൗട്ട് എനി ഗ്യാപ്പ്. നമ്മൾ സ്കാർഫ് ചെയ്തു, അതിനെ ഡയഗണലി കട്ട് ചെയ്തു, അതുപോലെ എൻഡ് ജോയിൻസ് സെക്ഷൻ്റെ ഓരോ എൻഡ്സിനും നമ്മൾ എന്ത് ചെയ്യണം, സ്മൂത്തായിട്ട് ഫയൽ ചെയ്യണം. പക്ഷേ സ്മൂത്തായിട്ട് ഫയൽ ചെയ്താലും അവിടെ ഗ്യാപ്പൊന്നും ഇല്ലാതെ വേണം കറക്റ്റായിട്ട് അതിനെ ജോയിൻ ചെയ്യാനായിട്ട്. ഇനി അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഒരിക്കലും ചാനലുകൾ തമ്മിൽ ഓവർലാപ്പ് വരാനും പാടില്ല. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ കേബിൾസ് ഇൻസൈഡ് എ ബെൻഡ് ഷുഡ് ബി മോർ ദാൻ 6 times ഇറ്റ്സ് ഓവറോൾ ഡയമീറ്റർ.
ബെൻഡ് ചെയ്ത് ചാനലിന് ബെൻഡ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വയറ് വലിക്കുമ്പോൾ, അതിൻ്റെ അകത്തൂടെ വയറ് വലിക്കുമ്പം ആ വയറിൻ്റെ ബെൻഡിൽ വരുന്ന റേഡിയസ്, ഇതുപോലെ കർവായിട്ട് നമ്മൾ വയർ വലിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ കർവിലുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ, അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഈ വയറിൻ്റെ ഓവറോൾ ഡയമീറ്ററിനേക്കാളും 6 ടൈംസ് 6 മടങ്ങ് കൂടുതലായിരിക്കണം. ബെൻഡിൽ ഉണ്ടാവുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ വയർ എത്ര ബെൻഡിലാണോ, എത്ര കർവേച്ചറിലാണോ ബെൻഡ് ചെയ്യണത്, അതെന്ന് പറയുന്നത് ഓവറോൾ ഡയമീറ്റർ ഓഫ് ദ വയറിനേക്കാളും 6 ടൈംസ് കൂടുതലായിരിക്കണം. ദെൻ ഫാബ്രിക്കേറ്റിംഗ് എ റൈറ്റ് ആംഗിൾഡ് വെർട്ടിക്കൽ ബെൻഡ്. നമുക്ക് എങ്ങനെയാണ് ഒരു ബെൻഡ് PVC ചാനൽ ഉപയോഗിച്ചിട്ട് ഒരു ബെൻഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെൻഡ് വരുന്നുണ്ട്. ബെൻഡ് വരുന്നുണ്ട്, ക്രോസ് സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് റൈറ്റ് ആംഗിൾഡ് വെർട്ടിക്കൽ ബെൻഡാണ്. ഒരു റൈറ്റ് ആംഗിളിലുള്ള വെർട്ടിക്കൽ ബെൻഡ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. മാർക്ക് ഔട്ട് ദ പൊസിഷൻ ഓഫ് ബെൻഡ്സ് ഓഫ് ഓൾ സൈഡ്സ്. നമ്മൾക്ക് ബെൻഡ് ഒരു PVC ചാനൽ എടുക്കുക. ഫിഗർ ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു PVC ചാനൽ എടുത്തിട്ട് നമുക്ക് ബെൻഡ് എവിടെയാണോ ഉണ്ടാക്കേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു പീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ബെൻഡ് കട്ട് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ബെൻഡ് ചെയ്യാണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ട മാർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അറ്റം മുറിച്ച് കളയരുത്, അറ്റം വരെ മാത്രമേ നമുക്ക് മുറിക്കാവൂ. അപ്പോൾ ഇവിടെ ഏത് ഷേപ്പിലാണോ മുറിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. താഴെയായിട്ട് മെറ്റൽ ഫോൾഡ് ചെയ്യേണ്ട ഭാഗത്തേക്ക് ഒരു ചെറിയ ഹോൾ ഇട്ട് വെക്കുക, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ വിഡ്ത്ത് y മസ്റ്റ് ബി മെയ്ഡ് ഈക്വൽ ടു ദ ഡയഗണൽ ലെങ്ത് y ടു ബി കട്ട്. നമ്മൾ കട്ട് ചെയ്യേണ്ട ഡയഗണൽ ലെങ്ത്ത് y എന്ന് ഡയഗണൽ ലെങ്ത്ത് yൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിഡ്ത്ത് yയും രണ്ടും ഈക്വൽ ആയിട്ട് വെക്കണം. വിഡ്ത്തും ഡയഗണൽ ലെങ്ത്തും ഈക്വൽ ആയിട്ട് വെക്കുക. ഈ കേസിൽ വിഡ്ത്തും ഡയഗണൽ ലെങ്ത്തും രണ്ടും ഈക്വൽ ആയിട്ട് വെക്കുക. റൈറ്റ് ആംഗിൾഡ് ബെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. Then drill small holes in the corners at point of bend to stop channel folding. അപ്പോൾ ചാനൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കോർണറിൽ പോയിൻ്റ് ഓഫ് ബെൻഡിൽ നമ്മൾ കോർണറിൽ എന്ത് ചെയ്യുക, ഹോൾ ഇട്ട് വെക്കുക. പ്ലേസ് വുഡ് ബ്ലോക്സ് ഇൻസൈഡ് ദ ട്രങ്കിങ് ഫോർ സപ്പോർട്ട് ആൻഡ് കട്ട് സൈഡ്സ് ഓഫ് ദ ട്രങ്കിങ്. ഉള്ളിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ചാനലിൻ്റെ അകത്ത് വുഡ് ബ്ലോക്കുകൾ ഫിക്സ് ചെയ്യാറുണ്ട്. ദെൻ കട്ട് ഫയൽ ആൻഡ് ബ്രേക്ക് ഓഫ് ദ വേസ്റ്റ്. ലാസ്റ്റ് സെക്കൻഡ് ഇതിയെ മാർക്ക് ചെയ്ത് വെച്ചു, ഹോൾ ഇട്ടു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കട്ട് ചെയ്യുക. എന്നിട്ട് വേസ്റ്റ് ആയിട്ട് വരുന്ന പോർഷനെ നമ്മൾ കളയുക. എന്നിട്ട് ബാക്കി ഭാഗം ശരിക്ക് ഫയൽ ചെയ്ത് വെക്കുക. ഫയൽ ഓൾ ദിസ് എഡ്ജസ് സ്മൂത്ത് ഇൻ ഓർഡർ ടു ബെൻഡ് ടു ഷേപ്പ്. നല്ല കറക്റ്റ് ഷേപ്പിൽ ബെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ബെൻഡ് ചെയ്യുന്ന പോർഷൻസ് അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം എന്ത് ചെയ്യും, കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് ഫയൽ ചെയ്ത് വെക്കണം എഡ്ജസ് ഒക്കെ. ദെൻ മേക്ക് എൽ പ്ലേറ്റ്സ് ഓഫ് ദ PVC സ്ക്രാപ്പ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കളഞ്ഞു, പീസ് എടുത്ത് കളഞ്ഞതാണ് ഈ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഫയൽ ചെയ്തു. എന്നിട്ടൊരു ബെൻഡ് ഉണ്ടാക്കണം. ബെൻഡ് ഉണ്ടാക്കണമെങ്കിൽ ഈ കട്ട് ചെയ്ത് കളഞ്ഞ പോർഷന് ഈ എൽ ഷേപ്പിൽ ഒരു പീസ് ഉണ്ടാക്കുക. നെക്സ്റ്റ് ഇതിനെ ഫോൾഡ് ചെയ്യുക. അതിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് അതിൻ്റെ ജോയിൻറ്റിൽ അകത്ത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഈ എൽ ഷേപ്പിലുള്ള പീസ് അകത്ത് വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള അദസീവ് ഉപയോഗിച്ചിട്ട് അതിനെ ഒട്ടിച്ചിക്കുക. Then make and secure assembly with L plates and paste it with a suitable adhesive. ഒരു suitable adhesive ഉപയോഗിച്ചിട്ട് ആ L പ്ലേറ്റിനെ അതിൻ്റെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് പീസിൻ്റെ അകത്തിൽ L പ്ലേറ്റ് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക, ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് റൈറ്റ് ആംഗിൾഡ് വെർട്ടിക്കൽ ബെൻഡ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ ഫാബ്രിക്കേറ്റിംഗ് 90 ഡിഗ്രി ബെൻഡ്. നേരത്തെ വെർട്ടിക്കൽ ബെൻഡ് ആയിരുന്നു, ഇനി 90 ഡിഗ്രി ബെൻഡ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുക. സെയിം ഇവിടെ ഒരു പീസ് എടുക്കുക, അതിന് 90 ഡിഗ്രി ബെൻഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളതിന് മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുക. ആ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അതിനെ ഫോൾഡ് ചെയ്യുക. ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞ പീസിൽ നിന്നും ഇതുപോലൊരു വെഡ്ജ് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കുക. ആ ഷേപ്പ് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. സൂട്ടബിൾ അദസീവ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് T ജംഗ്ഷനും അതുപോലെ ക്രോസ് സെക്ഷനുമാണ്. T ജംഗ്ഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പീസ് എടുക്കുക, അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉള്ളിൽ വുഡൻ ബ്ലോക്കുകൾ വെക്കാം. ഏത് ഭാഗത്താണോ നമുക്ക് T വെക്കാനുള്ള പീസ് വെക്കേണ്ടത് ആ ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ടുന്നൊരു ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു ചെറുതായിട്ട് ആ ഒരു സൈഡിൽ ഈ ഒരു പീസിനെ കട്ട് ചെയ്യാം. എന്നിട്ട് അവിടേക്ക് ഇതുപോലൊരു പീസ് തള്ളിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, T ജോയിൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതവിടെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത്രയും പോർഷൻ അതിനകത്ത് ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള അത്രയും പോർഷൻ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഭാഗം തള്ളി നിൽക്കുന്നതായിട്ട് രണ്ട് പോർഷൻ വരും. ആ രണ്ട് പോർഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്യാം.
ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഡയറക്റ്റായിട്ട് അതിനങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി ജോയിൻറ്റ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ക്രോസ് ആയിട്ടുള്ള ജോയിൻ്റാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ചെയ്ത അതേ സംഭവം തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റേ സൈഡിലും ചെയ്യാം. ഇതുപോലൊരു പീസ് ഉണ്ടാക്കുക, അവിടെയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് സെക്ഷൻ കിട്ടും. Then bunch the cables separately so that the outgoing and return cables are drawn in the same channel. ഇനി നമുക്കിനി ഔട്ട്ഗോയിങ് ചാനൽ വയറുകളും കേബിളുകളും അതുപോലെ റിട്ടേൺ കേബിളുകളും ഫേസ് അല്ലെങ്കിൽ ന്യൂട്രൽ, ഫേസും ന്യൂട്രലും ഓർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഇത് രണ്ടും ഒരേ ചാനലിലൂടെ വലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതാത് കേബിൾസിനെ ബഞ്ച് ചെയ്ത് വെക്കണം. പോസിറ്റീവിനെ വേറെയും നെഗറ്റീവിനെ വേറെയുമായിട്ട് ബഞ്ച് ചെയ്ത് വെക്കുക. ക്രോസ് ഓവർ വരാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. And the clamp should be provided to hold the wires inside the channel at a suitable intervals to avoid the fall off. നമ്മൾ എന്ത് ചെയ്യുക? ബഞ്ച് ചെയ്ത് വെച്ച കേബിൾസിനെ നമ്മൾ ഒരു സൂട്ടബിൾ ഇൻ്റർവെൽസിലായിട്ട് ചാനലിൻ്റെ അകത്ത് ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കണം. അതെന്തിനാണെന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും റിപ്പയറിങ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാപ്പിംഗ് അഴിച്ചിട്ട് അതിനെടുക്കുന്ന സമയത്തേക്ക് ഓരോന്നായിട്ട് കൊഴിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അറ്റാച്ച് ദ കവർ ടു ചാനൽ ഇൻ ഇൻഡിവിജ്വൽ സെക്ഷൻസ് ആഫ്റ്റർ ഡ്രോയിങ് ഓൾ ദ വയേഴ്സ്. ഇനി എല്ലാ വയറും വലിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതിനകത്തേക്ക് ക്യാപ്പിംഗ് ഇട്ട് കൊടുക്കുക. Attach the cover to channel in individual sections after drawing all the wires. എല്ലാ വയറും അകത്തൂടെ വലിച്ചതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ കവറ് മേലെ ഇടാൻ പാടുള്ളൂ. കവറും ഒറ്റയടിക്ക് ഇടുകയല്ല, ഇൻഡിവിജ്വൽ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കവറിനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നത്. No screws or nails shall be used in case of a PVC. ഈ PVCയുടെ കേസിൽ സ്ക്രൂസോ നെയിൽസോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ എന്ത് ചെയ്യും? അത് സ്ലൈഡ് ചെയ്ത് കയറ്റിയാൽ മാത്രം മതി. ക്യാപ്പിംഗ് വെക്കുന്ന സമയത്ത് കേസിന് നമ്മൾ വെക്കേണ്ടി വരും, സ്ക്രൂസ് യൂസ് ചെയ്യേണ്ടി വരും ചുമരിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ടും. ഇത് കേസിങ് അതിൻ്റെ ക്യാപ്പ് ഇടേണ്ട ആവശ്യം വരുമ്പോഴാണ്. അതിൻ്റെ ക്യാപ്പ് ഇടുമ്പോൾ കവർ ഇടുന്ന സമയത്തേക്ക് നമുക്ക് ഈ സ്ക്രൂവോ നെയിലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. PVCയുടെ കേസിൽ അത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കയറ്റിയാൽ മാത്രം മതിയാവുമായിരിക്കും. മെറ്റാലിക് ക്യാപ്പിങ്ങിലാണെങ്കിൽ കാഡ്മിയം പ്ലേറ്റഡ് സ്ക്രൂസ് യൂസ് ചെയ്യണം വിത്ത് ആക്സിയൽ സ്പേസിംഗ് നോട്ട് എക്സീഡിങ് 30 സെൻറ്റിമീറ്റർ. സ്പേസിങ് 30 സെൻറ്റിമീറ്ററിലും കൂടാതെ ആക്സിയൽ സ്പേസിംഗിൽ എന്ത് ചെയ്യണം? അതിന് കാഡ്മിയം പ്ലേറ്റഡ് സ്ക്രൂസ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. Earth continuity conductor shall be drawn inside the casing and capping for earthing in case of the non-metallic channel and for connecting to earth pin of the socket. ഇനി നോൺ മെറ്റാലിക് ചാനൽ അല്ലെങ്കിൽ PVC ചാനലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വയറിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അകത്തൂടെ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ കൂടി വലിക്കണം. പ്രോപ്പർ എർത്തിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ അതിനെ എന്ത് ചെയ്യും? ഒരു സോക്കറ്റിൻ്റെ എർത്തിങ് പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഇൻ കേസ് ഓഫ് ദ മെറ്റാലിക് കേസിംഗ് ആൻഡ് കേപ്പിംഗ് ചാനൽ, മെറ്റാലിക് ആണെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ മെറ്റാലിക് ലിങ്ക് ബിറ്റ്വീൻ ദി അഡ്ജസൻറ്റ് കേസിംഗ് with screw connections and also connections from end channel to earth terminals of the metallic boxes or outlets. മെറ്റാലിക് കേസിംഗ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് വയറിങ്ങിലാണെങ്കിൽ ദർ ഷുഡ് ബി എ മെറ്റാലിക് ലിങ്ക് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് കേസിംഗ്. അഡ്ജസൻറ്റ് കേസിംഗ് തമ്മിലൊരു മെറ്റാലിക് ലിങ്ക് ഉണ്ടാവും വിത്ത് സ്ക്രൂ കണക്ഷൻസ്. അതിനൊക്കെ എന്തുണ്ടാവും? ഒരു സ്ക്രൂ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അകത്തൂടെ നമ്മൾ വേറെ വയറ് വലിക്കേണ്ട ആവശ്യമില്ല. മെറ്റാലിക് ബോഡിയുടെ മേലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റാലിക് ലിങ്ക് ഉപയോഗിച്ചിട്ടും സ്ക്രൂ കണക്ഷൻസ് വെച്ചിട്ടുള്ള മെറ്റാലിക് ലിങ്ക് ഉപയോഗിച്ചിട്ടും നമുക്ക് പ്രോപ്പർ എർത്തിങ് പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് എൻ ചാനലിൻ്റെ കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ടെർമിനൽ അല്ലെങ്കിൽ മെറ്റാലിക് ബോക്സസിന് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്സിലേക്ക് അതിനെ കണക്ട് ചെയ്യാം, എർത്ത് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം.